ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പർപ്പിൾ ഗ്രേപ്പ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഷെസ്വാൻ മാക്രോണി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ തന്നെ ഇത് എല്ലാ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും. അപ്പോൾ വൈകിട്ട് നമുക്ക് വീഡിയോയിലോട്ടേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനായിട്ട് താഴത്തുള്ള ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ അടുത്ത് വരുന്ന ആ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വൈകിക്കണ്ട നമുക്ക് വീഡിയോയിലോട്ടേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂണ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ജിഞ്ചർ പൗഡറാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളടുത്ത് ജിഞ്ചർ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതലും നല്ലത്. ഇനി നമുക്ക് 1 കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യം 1/2 കപ്പ് തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതുകൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് 1 കപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് 1 കപ്പ് ക്യാബേജാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്യാബേജ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടതില്ല. അപ്പോൾ അതുപോലെ തന്നെ വെജിറ്റബിൾസിന് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് വെന്ത് വരുന്നവരേക്കും നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് ഗ്രീൻ ക്യാപ്സിക്കവും അതുപോലെ തന്നെ 1 കപ്പ് യെല്ലോ ക്യാപ്സിക്കവുമാണ്. അപ്പോൾ നിങ്ങളടുത്ത് ഇങ്ങനെ കളറിനനുസരിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊക്കെ നന്നായിട്ട് യോജിച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂണ് സോയാ സോസും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് ഷെസ്വാൻ സോസുമാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഷെസ്വാൻ സോസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസാണ്, അതുകൂടി ആഡ് ചെയ്ത് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മാക്രോണി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് മാക്രോണി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. അത് ആഡ് ചെയ്ത് കൊടുത്ത് ഞാൻ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മാക്രോണി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും 1/4 ടേബിൾ സ്പൂണ് ഇറച്ചി മസാലപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഷെസ്വാൻ വെജിറ്റബിൾ മാക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പം ഇത് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്കും ചെയ്യുക. നിങ്ങളുടെ റിലേറ്റീവ്സായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.